ഹായ് ഫ്രണ്ട്സ്, സൂപ്പർ കൺമണിയുടെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ക്രിഷ് ആൻറ്റിയമ്മയോട് വന്ന് ചോദിക്കുന്നുണ്ട്, ആൻറ്റിയമ്മ എന്ത് പണിയായി കാണിച്ചത്? മാനസ എന്തിനാ എൻ്റെ റൂമിനകത്തേക്ക് വിട്ടത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ആൻറ്റിയമ്മ പറയുന്നുണ്ട്, അത് പോട്ടെ മോനെ, എന്തായാലും അവൾ വന്നതല്ലേ. ഇനി കൃപയ്ക്ക് അസുഖം ഭേദമായി വരുന്ന വരെ നീ അവളെ എങ്ങനെയെങ്കിലും സഹിച്ചേ പറ്റൂ. കാരണം നീ അവളോട് എന്തെങ്കിലും ഒരു രീതിയിൽ അകൽച്ച പാലിച്ചാൽ അവൾ അത് അപ്പോൾ തന്നെ സാഗറിനെ വിളിച്ച് പറയും. പിന്നെ അവർ ആ ചികിത്സയും എല്ലാം ഉപേക്ഷിച്ച് തിരിച്ചിങ്ങോട്ടേക്ക് വരും. പിന്നെ അറിയാലോ, കൃപയുടെ കാര്യം ആകെ കഷ്ടത്തിലാകും. അതുകൊണ്ട് നീ തൽക്കാലത്തേക്ക് അവളെ ഒന്ന് ക്ഷമിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ക്ഷമിക്കാം, പക്ഷേ അവളോട് ഒരുപാട് ഇങ്ങോട്ട് തൊട്ടിയുരുമ്പി വരാതിരിക്കാൻ വേണ്ടി ഒന്ന് പറയണമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഞാൻ ഏറ്റു. എന്തായാലും നിന്നെ സ്നേഹിക്കുന്ന ഒരു പെണ്ണല്ലടാ, അവൾക്കും ഉണ്ടാവില്ലേ കുറച്ച് ആഗ്രഹങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എന്ന് വെച്ച് ഇങ്ങനെയൊക്കെയാണോ എന്നൊക്കെ പറയുന്നുണ്ട് കൃഷ്. ശരി, ഞാൻ അതൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം എന്ന് പറയുന്നുണ്ട്. പിന്നീട് മാനസ അടുത്തേക്ക് വരുന്നുണ്ട്. കൃഷി എന്താ സംസാരിച്ചത്, എന്താ പറഞ്ഞത് അവനെന്ന് ചോദിക്കുന്നുണ്ട്. അവനെ നീ വിടാതെ പിടിച്ചോട്ടോ, അവനെ കൈവിട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് മോൾ ഒട്ടും പിന്നോട്ട് വേണ്ട. പെണ്ണ് എന്താണെന്നുള്ളത് നീ കാണിച്ചു കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. പെണ്ണ് എന്താണെന്ന് മാത്രമല്ല, ഈ മാനസ ആരാണെന്നും കൂടി ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് മാനസ. പിന്നീട് നമ്മുടെ കൺമണിയെയും അതുപോലെ തന്നെ ദേവിജിയെയും കാണിക്കുന്നുണ്ട്. ദേവിജി നമ്മുടെ കൺമണി വരച്ച ആ ഒരു പിക്ചർ അത് ഒരുപാട് അതിനെപ്പറ്റി പ്രശംസിക്കുന്നുണ്ട്. നിന്നെപ്പോലൊരു ഡിസൈനറാണ് ഇതിനാവശ്യം. എന്തായാലും ഇത് കമ്പനി വക അല്ലാത്തത് കൊണ്ട് പ്രത്യേകിച്ചൊരു അംഗീകാരമൊന്നും കിട്ടിയെന്ന് വരില്ല. പക്ഷേ എൻ്റെ വക നിനക്കൊരു അംഗീകാരം ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ കൺമണിക്ക് അത് ഒരുപാട് സന്തോഷമാണ്. അത് കൂടെ നമ്മുടെ കൺമണി പറയുന്നുണ്ട്, സാർ, ഈ അലിഗ ഡിസൈൻസിൽ എൻ്റെ അവസാനത്തെ ഡിസൈനായിരിക്കും ഇതെന്ന് പറയുന്നുണ്ട്. അവസാനത്തെ ഡിസൈൻ അതെന്താ കൺമണി നീ അങ്ങനെ പറയുന്നത് ചോദിക്കുന്നുണ്ട്. അല്ല സാർ, ഞാൻ ഈ തിങ്കളാഴ്ച മുതൽ ഉണ്ടാവില്ല, തിങ്കളാഴ്ച എൻ്റെ വിവാഹമാണെന്ന് പറയുന്നുണ്ട്. വിവാഹമോ? കൺമണിക്ക് ഇത്ര പെട്ടെന്ന് വിവാഹമോ? ഇതൊന്നും ആരും പറഞ്ഞില്ലല്ലോ, നീ നേരത്തെ ഒന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ദേവിജി ചോദിക്കുന്നുണ്ട്. അത് പെട്ടെന്നായിരുന്നു സാർ. ആരാ വരണമെന്ന് ചോദിക്കുന്നുണ്ട്. വരുൺ എന്ന് പറയുന്ന ഒരാളാണെന്ന് പറയുന്നുണ്ട്. അതിനെന്താ, പിന്നെയും ജോലി ഇവിടെ തുടരാലോ എന്നൊക്കെ പറയുന്നുണ്ട്. അയാൾക്ക് ഞാൻ ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നതോ ഞാൻ ഈ വരയ്ക്കുന്നതൊന്നും അയാൾക്ക് തീരെ ഇഷ്ടമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിൻ്റെ വീട്ടുകാരുടെ നിർബന്ധപ്രകാരമാണോ നീ കല്യാണം കഴിക്കുന്നത് ചോദിക്കുന്നുണ്ട്. സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു സാർ, എനിക്ക് ഈ വിവാഹത്തിൽ ഒട്ടും ഇഷ്ടമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് നീ എന്തിനാ നിന്ന് കൊടുക്കുന്നത്? അവരവരുടെ വ്യക്തി സ്വാതന്ത്ര്യം അതല്ലേ ഇവിടെ പ്രധാനം. ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇഷ്ടവും കരുതലും എല്ലാം വേണം കൺമണി എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സാർ, ഞാൻ എന്തായാലും എൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ ഞാൻ കൊടുക്കാം, മെയിൽ അയക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നീ ഇവിടെ ജോലി ചെയ്യുന്നോ ജോലി ചെയ്യുന്നില്ലയോ എന്നല്ല എൻ്റെ വിഷയം. ഈ വിവാഹം അത് നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് നടക്കരുത്. ഞാൻ കൃഷ്ണനോട് പറയട്ടെ, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് കൊടുക്കാനായിട്ടെന്ന് പറഞ്ഞിട്ട്. അതൊന്നും ഒരു കാര്യമില്ല. കാരണം ആ CI അനിരുദ്ധ പറയുന്ന ആൾ ആ വരുണിൻ്റെ ഒപ്പം നിൽക്കുന്നത്. അതുകൊണ്ട് പോലീസ് കേസ് കൊടുത്തിട്ടും കാര്യമില്ല, ഞാൻ എല്ലാം കൊണ്ടും പെട്ട് കിടക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് കൺമണി. മോൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, മോൾ ദൈവാനുഗ്രഹമുള്ള കുട്ടിയാണ്. നിനക്ക് ഒരാളെത്തും നിന്നെ രക്ഷിക്കാനായിട്ട്, അതിലെനിക്ക് നല്ല വിശ്വാസമുണ്ടെന്ന് ദേവിജി പറയുന്നുണ്ട്. പിന്നീട് ആ സമയത്ത് നമ്മുടെ കൃഷി എത്തുന്നുണ്ട്. അങ്ങനെ കൃഷി കൺമുടി ഒരു ക്യാബിനിൽ പോയി നോക്കുന്ന സമയത്ത് ക്യാബിനിൽ അവളെ കാണാത്തതുകൊണ്ട് വിളിക്കുന്നുണ്ട്. എന്താ അവൾ ഇവിടെ എത്തിയില്ലേ എന്ന് പറഞ്ഞ് വിളിച്ചു നോക്കുന്ന സമയത്ത് ഫോൺ റിങ് ചെയ്യണമെന്നുണ്ട്. എത്തിയിട്ടുണ്ട് ആളെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കൺമണിയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് കൺമണി കരഞ്ഞുകൊണ്ടിരിക്കണം. എന്ത് പറ്റി കൺമണി, എന്താ നീ കരയുന്നത് ചോദിക്കുന്നുണ്ട്. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല സാർ എന്ന് പറയാം. എന്താ, ആ വരുൺ വല്ല പ്രശ്നം ഉണ്ടാക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. വരുൺ ഇന്ന് രാവിലെ വീട്ടിൽ വന്നിരുന്നു. വിവാഹ ഡേറ്റ് തീരുമാനിക്കാനും വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അച്ഛനോടും അമ്മായിമാരോടും ഒക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സമ്മതിപ്പിച്ചിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. കൂടാതെ ആ CI അനിരുദ്ധവും ഉണ്ട് എന്ന് പറയാം. അയാൾ CI അല്ലല്ലോ, SI അല്ലെന്ന് പറയുന്നുണ്ട്. അല്ല, അയാളിപ്പോൾ CI ആയിട്ട് പ്രൊമോഷൻ ആയിട്ടുണ്ട്. അയാളും ഉണ്ട് ആ വരുണിൻ്റെ ഒപ്പം. കല്യാണത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ അവർ അത് കേസാക്കി എടുക്കും എന്ന് പറയുന്നുണ്ട്. അവൻ ഇത്ര പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ല അല്ലേ, അവനെ ഞാൻ വെറുതെ വിടില്ല, അവൻ്റെ കടി ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വരുണിനെ ഫോൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ കൃഷാണ്, എനിക്ക് തന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നെ കാണാൻ സൗകര്യമില്ല എന്ന് വരുൺ പറയുന്നുണ്ട്. നീ എന്നെ കണ്ടേ പറ്റൂ, നിനക്ക് എത്ര പറഞ്ഞാലും നിനക്ക് കുറച്ച് പോലും ഉളുപ്പില്ല അല്ലേടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കില്ല, ഞാൻ അവളെ കെട്ടിയിട്ടേ അടങ്ങുള്ളൂ എന്ന് വരുൺ പറയുന്നുണ്ട്. ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നീ എത്രയും പെട്ടെന്ന് എത്തണം. ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ വിളിച്ച് ആ സ്ഥലം എവിടെയാണെന്ന് പറയും, നീ അവിടേക്ക് എത്തണം. എത്തിയില്ലെങ്കിൽ ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. എത്തിയില്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെടാ എന്ന് വരുൺ ചോദിക്കുന്നുണ്ട്. കളി പഠിപ്പിക്കുമോ നീ എന്ന് ചോദിക്കുന്നുണ്ട്. കളി പഠിപ്പിക്കുമെന്നല്ല, നിനക്ക്
നിനക്ക് വാക്കുകൊണ്ട് പറഞ്ഞിട്ട് നീ അത് തിരുത്താൻ തയ്യാറല്ലെങ്കിൽ ഇനി എൻ്റെ കയ്യിൽ വേറെ വഴിയുണ്ടെന്ന് പറയുന്നുണ്ട് കൃഷ്. നിനക്കെന്നാ ആശുപത്രിയിൽ വെച്ച് നടന്നത് ഓർമ്മയില്ലേ? ആ അവസ്ഥയായിരിക്കും നീ ഞാൻ വിളിച്ചിട്ട് പറയുന്ന ആ സ്ഥലത്തേക്ക് വരാതിരുന്ന എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അത് കേൾക്കുമ്പോൾ തന്നെ അന്ന് നേരത്തെ ആശുപത്രിയിൽ വെച്ച് തല്ലുണ്ടായതൊക്കെ വരുൺ ഇങ്ങനെ ആലോചിച്ച് ഓർത്തെടുക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ തന്നെ കൃഷ് നമ്മുടെ കൺമണിയോട് പറയും, നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട കൺമണി, നീ എൻ്റെയാണ്. എൻ്റെ ഈ ജീവൻ്റെ തുടുപ്പ് അത് നിനക്കുള്ളതാണ്. ഞാൻ എൻ്റെ ജീവൻ പണയപ്പെടുത്തിയിട്ടാണെങ്കിൽ ഞാൻ നിന്നെ ഇതിൽ നിന്ന് ഞാൻ രക്ഷിക്കും. നീ എനിക്കുള്ളതാണ്. ഞാൻ ഒരുത്തനും ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല. നീ ധൈര്യത്തോടെ ഇരിക്കും, നീ പേടിക്കാതിരിക്കും. ഇനി ഈ കണ്ണീന്ന് കണ്ണീര് ഉണ്ടാവരുതെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഇതൊക്കെ പറയുന്നത് കേട്ട് നമ്മുടെ കൺമണിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഇത് കണ്ണീരല്ല സാർ, ഇത് ആനന്ദ കണ്ണീരാണ്, സന്തോഷം കൊണ്ട്. സാർ ഉള്ളതാണ് എൻ്റെ ധൈര്യം എന്ന് പറഞ്ഞ് അവർ അങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ തന്നെ വരുൺ നമ്മൾ ആ സിഐനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അതെ, ആ കൃഷ് എന്നെ വിളിച്ചിരുന്നു, അവൻ എന്നെ നേരിട്ട് കാണണമെന്നാണ് പറയുന്നുണ്ട്. എന്നിട്ട് നീ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് പേടിയാണ് അവനെ കാണാൻ പോകും, ഞാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. നീ പോ, ഞാൻ കൂടെയുണ്ട്, നീ പൊയ്ക്കോ, അവൻ എന്താ കാണിക്കുന്നത് പറയുന്നത് നോക്കാലോ എന്ന് പറയാം. എന്നാൽ സാറുണ്ടോ, എങ്കിൽ ഞാൻ ധൈര്യത്തോടെ പോകാമെന്ന് പറഞ്ഞ് വരുൺ ഇങ്ങനെ ചിരിച്ച് നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബലരാമനെയും അതുപോലെ തന്നെ ഭാഗ്യശ്രീയെയായി കാണിക്കുന്നത്. ഭാഗ്യശ്രീ നമ്മുടെ ബലരാമനെ കാണാനായിട്ട് ജയിലിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ബലരാമനോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏട്ടൻ ഒരു കാരണവശാലും അമ്മയെ വിശ്വസിക്കരുത്. അമ്മ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. അച്ഛനോ അമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ വെറും കളിപ്പാവകളെ പോലെയാണ് കാണുന്നത്. അവർക്ക് ഉപകാരപ്പെടുത്താനുള്ള ഒരു ഉപകരണങ്ങൾ മാത്രമാണ് നമ്മൾ രണ്ടുപേരും എന്നൊക്കെ പറയുന്നുണ്ട്. മോളെ നീ അങ്ങനെ പറയരുത് അമ്മയെപ്പറ്റി. അമ്മയെപ്പോലെ ദൈവത്തിന് തുല്യമായ ഒരാളും ഈ ലോകത്തില്ലെന്നൊക്കെ പറഞ്ഞ ഏട്ടൻ ഇങ്ങനെ ഒരു പഞ്ചപാവമാവാതെ എന്തിനാ അമ്മ ഇങ്ങനെ വിശ്വസിക്കുക? അമ്മ ചതിക്കുകയാണ് ഏട്ടനെ എന്നൊക്കെ പറയുന്നുണ്ട്. ഒന്നുമല്ല മോളെ, ആരോ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ എന്നെ ഈ അച്ഛനും അമ്മയല്ലേ എന്നെ ഇത്രത്തോളം വളർത്തി വലുതാക്കി കൊണ്ടുവന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. എനിക്ക് ആ അമ്മ ഒരിക്കലും ഏട്ടനെ സ്നേഹിക്കുന്നതായിട്ടോ കരുതൽ ഉള്ളതായിട്ടോ എനിക്ക് തോന്നുന്നില്ല. ഏട്ടൻ അതൊന്ന് വിശ്വസിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. മോളെ നീ ആ ടോപ്പിക്ക് ഇവിടെ അമ്മയെപ്പറ്റി പറയുന്നത് എനിക്കിഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ശരി, എങ്കിൽ ആ ഷൺമുഖദാസ് വന്നിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ഭാഗ്യശ്രീ. വന്നിരുന്നു. ഏട്ടാ, ദയവ് ചെയ്ത് അയാളെയും വിശ്വസിക്കരുത്. കാരണം അമ്മ ഇറക്കിയ ആളാണ് അയാൾ. അവരുടെ ഈ വരവിന് പിന്നിൽ മറ്റു പല ഉദ്ദേശങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ എന്ന് ബലരാമൻ പറയുന്നുണ്ട്. ഏട്ടനെ ജാമ്യത്തിലിറക്കാൻ ഞാനാണ് വരുന്നത്. അതുകൊണ്ട് ഏട്ടൻ ആ ഒരു അവകാശമൊന്നും ആ ഷൺമുഖദാസിന് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ ശരി, നിൻ്റെ ഇഷ്ടം എന്നൊക്കെ പറയുന്നുണ്ട്. ഭാഗ്യശ്രീ കൂടുതലും അവർ ബലരാമനെ ചതിക്കുകയാണ്, വഞ്ചിക്കുകയാണ് എന്നൊക്കെയുള്ള രീതിയിൽ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒട്ടും ഉൾക്കൊള്ളാതെ 1% പോലും വിശ്വസിക്കാതെ ബലരാമൻ അതൊക്കെ തള്ളിക്കളയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ബലരാമൻ സ്വന്തം ഏട്ടനല്ല എന്ന് അറിഞ്ഞിട്ട് പോലും നമ്മുടെ ഭാഗ്യശ്രീ പറയുന്നുണ്ട്, ഞാൻ ഏട്ടന് വീട്ടിലത്തെ ഭക്ഷണം കൊണ്ടുവന്നിട്ട് ഞാനൊന്ന് വാരിത്തരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ബലരാമൻ പറയുന്നത്, അയ്യോ മോളെ വേണ്ട, ഇവിടെ ആകെ പ്രശ്നമാകും, പോലീസിൻ്റെ അനുവാദം ചോദിക്കണമെന്ന് പറയുന്നത്. അങ്ങനെ ആ പോലീസ് വരുന്നുണ്ട്. പോലീസിനോട് പറഞ്ഞു, ഞാൻ ഏട്ടന് വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്നിട്ട് ഒന്ന് കൊടുത്തോട്ടെ, ഞങ്ങൾ പെട്ടെന്ന് പോയിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ പോലീസുകാരൻ സമ്മതിക്കുകയാണ്. അങ്ങനെ അകത്ത് വെച്ച് നമ്മുടെ ബലരാമന് സ്നേഹത്തോടുകൂടി നിറകണ്ണോടുകൂടി ആ ഒരു വാത്സല്യത്തോടുകൂടി നമ്മുടെ ബലരാമന് ചോറ് വാരി കൊടുക്കുന്നുണ്ട്. ബലരാമനാണെന്നുണ്ടെങ്കിലും ഒരു കൂടപ്പിറപ്പ് എന്നതിലുപരി ആ ഒരു സ്നേഹം, ആ ഒരു കരുതൽ ആസ്വദിച്ച് ആ ഭക്ഷണം വയറ് നിറയെ കഴിക്കുകയാണ് ചെയ്യുന്നത്.